ഇപ്പം നിങ്ങൾക്ക് ഇത് ആദ്യമായിട്ട് കാണുന്നവർക്ക് ഇത് എന്താണ് എന്ന് അറിയുന്നതിന് വേണ്ടി മാത്രമാണ് ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇപ്പൊ നമ്മളോട് ചോദിക്കുകയാണ് ABCD എത്ര അക്ഷരങ്ങളുണ്ട്? 26 എണ്ണം. അപ്പൊ Z കഴിഞ്ഞിട്ടുള്ള അക്ഷരം ഏതാന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? ഹലോ എവ്രി വൺ, 2026 SSC CGL സെലക്ഷൻ പോസ്റ്റ് പോലെയുള്ള എക്സാംസിന്റെ നോട്ടിഫിക്കേഷൻ ഓൾറെഡി വന്നു കഴിഞ്ഞു. എന്നാൽ അതുകൊണ്ട് 2026 എക്സാംസ് ഒക്കെ കഴിഞ്ഞോ? ഇല്ലേ ഇല്ല. ഇനി നമുക്ക് CHSL വരാനുണ്ട്, MTS വരാനുണ്ട്, GD കോൺസ്റ്റബിൾ വരാനുണ്ട്. അത് മാത്രമല്ല 2026 ഇപ്പൊ കഴിഞ്ഞ എക്സാംസ് എല്ലാം തന്നെ ഇനി അടുത്ത വർഷം 2027 ഇതേ ഓർഡറിൽ വന്നു തുടങ്ങും. അപ്പൊ 2026 2027 നിങ്ങൾ ഒരു സെൻട്രൽ ഗവൺമെന്റ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ പ്രിപ്പറേഷന് ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ടുള്ള രീതിയിൽ നമ്മൾ ഇനി നിങ്ങളുടെ കൂടെയുണ്ട്. സോ നമ്മൾ അതിനു വേണ്ടി ലോഞ്ച് ചെയ്തിരിക്കുന്ന ഒരു പുതിയ സ്റ്റഡി സീരീസ് ആണ് മിഷൻ എക്സൽ എന്ന് പറയുന്നത്. സോ നമ്മൾ ഈ ഒരു സീരീസ് ലോഞ്ച് ചെയ്തിരിക്കുന്നത് തന്നെ സെൻട്രൽ ഗവൺമെന്റ് എക്സാംസിനെ വളരെ സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആസ്പിറൻസിന് വേണ്ടിയിട്ടാണ്. അതിപ്പോൾ നിങ്ങൾ ഏത് എക്സാം എടുത്തിട്ടുണ്ടെങ്കിലും, അതായത് ഇപ്പോൾ SSCയുടെയോ അല്ലെങ്കിൽ RRBയുടെയോ ബാങ്കിങ്ങിന്റെയോ ഒക്കെ എക്സാംസിൽ കോമൺ ആയിട്ട് വരുന്ന ഒരുപാട് ടോപ്പിക്സ് ഉണ്ട്. അപ്പോൾ ഇതിന്റെ നല്ല ക്ലാസ്സുകൾ, നല്ല ക്വസ്റ്റ്യൻസ് എങ്ങനെ പെട്ടെന്ന് സോൾവ് ചെയ്യണം എന്നുള്ള ട്രിക്കുകൾ തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഏറ്റവും ബേസിക് ലെവലിൽ നിന്നും നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് നിങ്ങൾക്ക് പറഞ്ഞു മനസ്സിലാക്കി തരുന്ന കംപ്ലീറ്റ് സിലബസ് കവറേജ് എൻഷുർ ചെയ്യുന്ന ഒരു സീരീസ് ആയിരിക്കും നമ്മുടെ മിഷൻ എക്സൽ എന്ന് പറയുന്ന ഒരു സീരീസ്. അപ്പോൾ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എല്ലാ ആഴ്ചയും ഈ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന എക്സാംസിന് ആവശ്യമായിട്ടുള്ള സിലബസിൽ നിന്നും ഓരോ ടോപ്പിക്കുകൾ നമ്മൾ സെലക്ട് ചെയ്യുന്നതായിരിക്കും. അതിൻ്റെ ബേസിക് ലെവൽ ആയിട്ടുള്ള കാര്യങ്ങൾ മുതൽ, അതായത് നിങ്ങളിപ്പം ജസ്റ്റ് കോളേജിൽ നിന്ന് പാസ് ഔട്ടായി അല്ലെങ്കിൽ ഫൈനൽ ഇയറിൽ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്, സെൻട്രൽ ഗവൺമെന്റ് എക്സാംസിനെ പറ്റി കേട്ടിട്ടുണ്ട് പക്ഷെ പ്രിപ്പയർ ചെയ്യാൻ അധികം അറിയില്ല, അല്ലെങ്കിൽ ഒരു നല്ല ഡിറക്ഷൻ ഇല്ല, സോഴ്സിന് എവിടെ പോകും, മെറ്റീരിയൽസ് എവിടെ തപ്പും, അങ്ങനെയുള്ള എന്ത് ഒരു സ്റ്റേജിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിലും ഈവൻ ഫോർ എ ബിഗിനർ നമ്മൾ ഏറ്റവും ബേസിക് ലെവലിൽ നിന്ന് കോൺസെപ്റ്റ്സ് എക്സ്പ്ലെയിൻ ചെയ്തു തരും. അതിൻ്റെ കൂടി എക്സാമ്പിൾസ് ആയിട്ട് നമ്മൾ ഇവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത് മാക്സിമം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ SSCയുടെ ഒക്കെ നല്ല ലെവലിലുള്ള എക്സാംസിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വർക്ക്ഔട്ട് ചെയ്ത് കാണിച്ചു തന്ന് ഫൗണ്ടേഷൻ മുതൽ അഡ്വാൻസ് ലെവൽ വരെയുള്ള ട്രേഡിംഗ് നിങ്ങൾക്ക് യൂട്യൂബിലൂടെ എൻട്രിയുടെ നമ്മുടെ ഈ ചാനലിലൂടെ ഫ്രീ ആയിട്ട് ലഭിക്കുന്ന ഒരു സീരീസ് ആണ് മിഷൻ എക്സൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഡേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് റീസണിങ്ങിലൂടെയാണ്. സോ നിങ്ങൾക്കറിയാം SSCയുടെ എക്സാംസിലും ബാങ്കിങ്ങിന്റെ എക്സാംസിലും റെയിൽവേയുടെ എക്സാംസിലും ഒക്കെ നല്ല വെയിറ്റേജ് ആണ് റീസണിങ്ങിന് വരുന്നത്. അപ്പോൾ ഇന്നത്തെ സെഷനിൽ നമ്മൾ റീസണിങ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് റീസണിങ്ങിലെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ആൽഫബറ്റ് സീരീസ് ആണ് എന്നാണ് ഇതിന്റെ പേര്. അപ്പോൾ ഇതിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ, ഈ ഒരു ടോപ്പിക്കിന്റെ കോൺസെപ്റ്റ് നമ്മൾ പഠിക്കുന്ന സമയത്ത് ഇതിന്റെ കോൺസെപ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് 2-3 വേറെ റീസണിങ്ങിന്റെ ക്വസ്റ്റ്യൻസും, അതായത് വേറെ ടോപ്പിക്കുകളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസും നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ നമ്മുടെ ഇന്നത്തെ സീരീസിലെ ആദ്യത്തെ ടോപ്പിക്കിലേക്ക് പോകാം. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാനിവിടെ ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ തരാം. ആദ്യമായിട്ട് ഇതിനെപ്പറ്റി കേൾക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ഈ ഭാഗം നിങ്ങൾ സ്കിപ്പ് ചെയ്തോളൂ, ഒരു പ്രശ്നമില്ല. സോ ബേസിക്കലി ആൽഫബറ്റ് സീരീസ് എന്ന് പറയുന്നത് നിങ്ങൾ ഏത് റീസണിങ് വരുന്ന സിലബസ് ആയിട്ട് വരുന്ന കോമ്പറ്റേറ്റീവ് എക്സാം എടുത്താലും, SSCയുടെ തന്നെ ഏത് എക്സാം എടുത്താലും, ഇനി RRBയുടെ ഏത് എക്സാം എടുത്താലും അവിടെയൊക്കെ മസ്റ്റ് ആയിട്ട് വരുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ആൽഫബറ്റ് സീരീസ് എന്ന് പറയുന്ന ടോപ്പിക്. ഓക്കെ, അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾ പഠിച്ചു വെച്ചു എന്ന് വിചാരിച്ച് നിങ്ങൾക്ക് ഒരു നഷ്ടവും വരാൻ പോകുന്നില്ല. നേരെ ഓപ്പോസിറ്റ് ആയിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന ഒരു 99% കോമ്പറ്റേറ്റീവ് എക്സാംസിലും റീസണിങ് ഉണ്ടെങ്കിൽ ഈ ഒരു ടോപ്പിക് എന്തായാലും വന്നിരിക്കും. ഓക്കെ, അപ്പോൾ എന്താണ് ആൽഫബറ്റ് സീരീസ് എന്ന് നോക്കാം. അപ്പോൾ ആൽഫബറ്റ് സീരീസ് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആണ്. പേര് പറയുന്നത് പോലെ തന്നെ ആൽഫബറ്റിന്റെ സീരീസ് ആണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ അതിന്റെ അർത്ഥം? കുറച്ച് അക്ഷരങ്ങൾ, ഇംഗ്ലീഷ് ആൽഫബറ്റ്, അതായത് അക്ഷരമാലയിലെ ചില ആൽഫബറ്റ്സിനെ എടുത്തിട്ട് ഒരു പ്രത്യേക രീതിയിൽ ഒരു പാറ്റേൺ ഫോം ചെയ്ത് ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുന്ന ഒരു സീക്വൻസ്, അതിനെയാണ് നമ്മളിവിടെ ആൽഫബറ്റ് സീരീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് 2-3 ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരാം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഏറ്റവും ബേസിക് ആയിട്ട് മനസ്സിലാവുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഞാനിവിടെ ABCDE ആൻഡ് F ഇങ്ങനെ ഒരു സീരീസ് ഇവിടെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും കാണുമ്പോൾ തന്നെ അറിയാം ഇത് നമ്മുടെ ബേസിക് ആയിട്ടുള്ള ആൽഫബറ്റ്സ് ഒക്കെ ജസ്റ്റ് ഒന്ന് എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ അല്ലേ. അപ്പോൾ ഒന്നുകിൽ ഇതിൽ അടുത്ത ടേം ഏതാണ് എന്ന് ലാസ്റ്റ് വരുന്ന ഒരു ക്വസ്റ്റ്യൻ എനിക്ക് ചോദിക്കാം, അല്ലെങ്കിൽ
ഈ ക്വസ്റ്റ്യനിൽ തന്നെ നമ്മളിപ്പോൾ എടുത്ത ഈ എക്സാമ്പിളിൽ തന്നെ ഈ സിക്ക് പകരം ഞാൻ ഇവിടെ ഒരു സെഡ് എന്ന് പറയുന്ന ടേം എടുത്തിട്ട് ഈ കൂട്ടത്തിൽ തെറ്റായ ടേം ഏതാണ് എന്ന് കണ്ടുപിടിക്കാൻ നിങ്ങളോട് ചോദിക്കും അല്ലേ. അപ്പോൾ അങ്ങനെ വേണമെങ്കിലും നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇനി അതുമല്ലെങ്കിൽ ഇതിൽ 2 ടേം ഇടയ്ക്ക് നിന്ന് മിസ്സിംഗ് ആയിട്ട്, ഫോർ എക്സാമ്പിൾ എ ഡാഷ് നെക്സ്റ്റ് ഇവിടെ സി ഡി ഡാഷ് എഫ് എന്ന് പറഞ്ഞിട്ടും നമുക്കൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഒന്നുകിൽ ലാസ്റ്റ് ടേം കണ്ടുപിടിക്കാൻ നമുക്ക് ക്വസ്റ്റ്യൻ വരാം, അല്ലെങ്കിൽ ഒരു റോങ് ടേം കണ്ടുപിടിക്കാൻ നമുക്ക് ക്വസ്റ്റ്യൻ വരാം, അല്ലെങ്കിൽ ഇതിന്റെ ഇടയ്ക്കും തലയ്ക്കുള്ള ഏതെങ്കിലുമൊക്കെ ടേംസ് മിസ്സായിട്ടും നമുക്ക് ക്വസ്റ്റ്യൻ വരാം. പക്ഷെ ഇതിന്റെ ഒക്കെ ബേസിക് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആണ്. ഈ ഒരു ടോപ്പിക് പഠിക്കുമ്പോൾ നമ്മൾ ആകെ അറിഞ്ഞിരിക്കേണ്ടത് ആൽഫബറ്റ്സിന്റെ ഓർഡർ മാത്രമാണ്. എന്ന് വെച്ചാൽ എന്താ, നമുക്കറിയാം 26 അക്ഷരങ്ങളാണുള്ളത് അല്ലെ. ABCD തൊട്ട് XYZ വരെ 26 ലെറ്റേഴ്സ് നമുക്ക് ഇംഗ്ലീഷ് അക്ഷരമാലയിലുണ്ട്. ഇത് നമുക്ക് പാട്ട് പോലെ പാടാൻ എല്ലാവർക്കും അറിയാമായിരിക്കും അല്ലെ. പക്ഷെ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ അതിന്റെ ഓർഡറിലാണ് അല്ലെങ്കിൽ അതിന്റെ പൊസിഷനിലാണ് ഫോക്കസ് ചെയ്യേണ്ടത്. എന്ന് വെച്ചാൽ ഇപ്പൊ ഞാൻ നിങ്ങളോട് പെട്ടെന്ന് 13ാമത്തെ അക്ഷരം ഏതാന്ന് ചോദിച്ചാൽ ഏത് ഉറക്കത്തിലും അത് M ആണ് എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റണം. അത് എത്ര സ്പീഡിൽ നിങ്ങൾക്ക് റീകോൾ ചെയ്യാൻ പറ്റുന്നുണ്ടോ അത്രയും സ്പീഡിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതിനി എങ്ങനെ നമുക്ക് പോസിബിൾ ആയിരിക്കും? സോ അതാണ് നമ്മൾ അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ഇത്തരത്തിൽ അക്ഷരങ്ങളുടെ പൊസിഷൻ നിങ്ങൾക്ക് ബൈ ഹാർട്ട് ആയിരിക്കണം, അത് മസ്റ്റ് ആണ്. എക്സാമിൻ്റെ ഇടയ്ക്ക് നമ്മൾ എ കഴിഞ്ഞിട്ട് P എന്ന് പറയുമ്പോൾ ABCD ഇങ്ങനെ കൗണ്ട് ചെയ്ത് പോകുമ്പോൾ അവിടെ നമുക്ക് ഒത്തിരി സമയം വേസ്റ്റ് ആകും. സോ അത് അവോയ്ഡ് ചെയ്യാനാണ് നമ്മളിവിടെ എത്രയും പെട്ടെന്ന് റീകോൾ ചെയ്യാൻ പറ്റണം എന്ന് പറയുന്നത്. അപ്പോൾ അതിനു വേണ്ടി നിങ്ങൾക്ക് ഈ ഒരു ആക്രോണിം ഓർത്ത് വെക്കാം. ആക്രോണിം എന്ന് പറഞ്ഞാൽ എന്താ, ഇപ്പോൾ നമുക്ക് ഫോർ എക്സാമ്പിൾ AIR ഓൾ ഇന്ത്യ റേഡിയോ എന്നൊക്കെ നമ്മൾ പറയും അല്ലേ. ചില സെന്റൻസുകളുടെ അല്ലെങ്കിൽ ചില ടേമുകളുടെ ഒന്നാമത്തെ ലെറ്റർ മാത്രം ചേർത്തിട്ടുണ്ടാക്കുന്ന ഒരു വാക്കാണ് ആക്രോണിം എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ ഇജോട്ടി എന്ന് പറയുന്ന ഈ ഒരു കോഡ് വേർഡ് നിങ്ങൾക്ക് ഓർത്തിരിക്കാം. അതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇപ്പൊ തന്നിരിക്കുന്ന ഈ ABCD അപ് ടു XYZ തന്നെ ഞാൻ ഇവിടേക്ക് എഴുതിയ സമയത്ത് ചില ലെറ്റേഴ്സ് മാത്രം ഇവിടെ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും അല്ലേ. അതായത് ഇയുടെ വാല്യൂ 5 ആണ്, ജെയുടെ വാല്യൂ 10 ആണ്, ഒയുടെ വാല്യൂ 15 ആണ്, ടിയുടെ വാല്യൂ 20 ആണ്, വൈയുടെ വാല്യൂ 25 ആണ്. അപ്പോൾ ഞാൻ നേരത്തെ നിങ്ങളോട് 13ാമത്തെ ലെറ്ററിന്റെ കാര്യം പറഞ്ഞപ്പം, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ലെറ്റർ തന്നിട്ട് അതിന്റെ പൊസിഷൻ ഏതാണെന്ന് ചോദിക്കുമ്പോൾ ABCD എന്ന് പറഞ്ഞ് ഫസ്റ്റ് തൊട്ട് കൗണ്ട് ചെയ്യുന്നതിന് പകരം ഈ ടേം നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതെങ്ങനെയാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുക? ഈ ജോട്ടിയിൽ J എന്ന് പറയുന്നത് 2ാമത്തെ ലെറ്റർ ആണ്. സോ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഇതെല്ലാം തന്നെ 5, 10, 15, 20, 25 ഇതെല്ലാം തന്നെ 5ന്റെ മൾട്ടിപ്പിൾസ് ആയിട്ടാണ് പൊസിഷനിൽ വരുന്നത് അല്ലെ. അപ്പോൾ ഈ J എന്ന് പറയുമ്പോൾ 2ാമത്തെ ലെറ്റർ ആണെങ്കിൽ അതിന്റെ പ്ലേസ് വാല്യൂ 5 × 2 10 ആയിരിക്കണം. അപ്പോൾ 10 J ആണെന്നുള്ള കാര്യം നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് ഓർത്തെടുക്കാൻ പറ്റി. നമുക്ക് വേണ്ടത് 13 ആണെങ്കിൽ J കഴിഞ്ഞിട്ട് അടുത്ത ലെറ്റേഴ്സ് മാത്രം നോക്കിയാൽ പോരെ. Kയും Lഉം Mഉം. സോ J കഴിഞ്ഞ് 3ാമത്തെ ലെറ്റർ ആണ് 13ാമത്തെ ലെറ്റർ, അത് M ആയിട്ട് നമുക്ക് പെട്ടെന്ന് റീകോൾ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇപ്പൊ ചെയ്യേണ്ടത് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇത് ജസ്റ്റ് ഒന്ന് പോസ് ചെയ്യാം. എന്നിട്ട് ഞാനിപ്പോൾ പറഞ്ഞതുപോലെ ഏതെങ്കിലും ലെറ്റേഴ്സിനെ നിങ്ങൾ മനസ്സിൽ ഓർത്തുകൊണ്ട് വേണ്ട, ഇത് കണ്ടുകൊണ്ട് റീകോൾ ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പൊ എല്ലാവരും മസ്റ്റ് ആയിട്ടൊന്ന് ട്രൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് കഴിഞ്ഞോ? ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഇനി ഇതല്ലാതെ ഈ ഒരു ലെറ്റേഴ്സിന്റെ ലിസ്റ്റ് ബൈ ഹാർട്ട് ചെയ്യാൻ വേറെ എന്തെങ്കിലും മെത്തേഡ് ഉണ്ടോ എന്നാണ്. വേറെയും 2-3 മെത്തേഡ്സ് ഉണ്ട്. അതിലൊരു മെത്തേഡ് എന്താന്ന് വെച്ചാൽ ഇങ്ങനെ പറഞ്ഞു പഠിക്കുന്നത് കൊണ്ട് ഒത്തിരി കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങളിത് കാണുന്ന രീതിയിൽ എവിടെയെങ്കിലും ചിലപ്പോൾ നിങ്ങളുടെ മൊബൈലിൻ്റെ വാൾപേപ്പർ ആയിട്ടോ അല്ലെങ്കിൽ ലാപ്ടോപ്പിൻ്റെ വാൾപേപ്പർ ആയിട്ടോ അല്ലെങ്കിൽ ഇത് എവിടെയെങ്കിലും എഴുതിയോ കാണുന്ന സ്ഥലത്ത് വെക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നിങ്ങളത് പഠിക്കും. ഇനി അതുമല്ലെങ്കിൽ ദിവസവും ഇതിൽ നിന്നും ഒരു 5 to 10 ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി നിങ്ങൾ അധികം എഫേർട്ട് എടുക്കാതെ തന്നെ അത് തന്നെ നമ്മുടെ മനസ്സ് പഠിച്ചോളും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമ്മളിത് പഠിക്കണം. ആൽഫബറ്റ്സിന്റെ പ്ലേസ് വാല്യൂ ഇമ്പോർട്ടൻ്റ് ആണ്, അത് എപ്പോഴും നമുക്ക് റീകോൾ ചെയ്യാനായിട്ട് പറ്റണം. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ഒരു സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ആൽഫബറ്റ് സീരീസ് എന്താണെന്നൊക്കെ പറഞ്ഞു, ഇതിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് എങ്ങനെ സോൾവ് ചെയ്യണം നമ്മൾ കണ്ടിട്ടില്ല ഇതുവരെ. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു സിമ്പിൾ എക്സാമ്പിൾ ആണ് ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത്. PMT OOS NQR MSQ ആൻഡ് അടുത്ത ടേം ഏതാണ്?
അപ്പോൾ എന്താ ഇവിടെ തന്നിരിക്കുന്നത്? 3 ലെറ്റേഴ്സ് വരുന്ന ഒരു സീരീസ് ആണ് അല്ലേ? അപ്പോൾ ഈ 3 ലെറ്റേഴ്സ് വരുന്ന ടേംസിൽ 4 എണ്ണം വെച്ച് തന്നിട്ടുണ്ട്. അഞ്ചാമത്തേത് ഏതാണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് എന്ന് ഞാൻ നിങ്ങൾക്ക് ആദ്യം ഡീറ്റെയിൽഡ് ആയിട്ടാണ് കാണിച്ചു തരാൻ പോകുന്നത്. പക്ഷേ മൈൻഡ് യു, ഞാൻ ഇപ്പോൾ ചെയ്ത് തരാൻ പോകുന്ന മെത്തേഡ് എക്സാമിൽ യൂസ് ചെയ്യരുത്. അത് ലെങ്തി ആണ്. അത്രയും സമയം നമുക്ക് എക്സാമിലില്ല. എക്സാമിൽ സോൾവ് ചെയ്യാനുള്ള മെത്തേഡ് നമ്മൾ 2-3 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. ഇപ്പം നിങ്ങൾക്ക് ഇത് ആദ്യമായിട്ട് കാണുന്നവർക്ക് ഇത് എന്താണ് എന്ന് അറിയുന്നതിന് വേണ്ടി മാത്രമാണ് ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. എക്സാമിന് ഇത്രയും വലിച്ചു നീട്ടി നമുക്ക് സോൾവ് ചെയ്യാനുള്ള സമയമില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ PMT. സോ പ്ലീസ് റിമെമ്പർ, ഇവിടെ പിയും എമ്മും ടിയും തമ്മിലുള്ള റിലേഷൻ അല്ല, പി ഒയുമായിട്ടുള്ള റിലേഷൻ, ഓക്ക് എന്നുമായിട്ടുള്ള റിലേഷൻ, ഈ രീതിയിലാണ് നമ്മൾ റിലേറ്റ് ചെയ്ത് പോകുന്നത്. അപ്പോൾ ഇവിടേക്ക് പിയും എമ്മും ടിയും വന്നിട്ടുണ്ട്. അതിനുശേഷം ഒയും എസും വന്നു. അപ്പോൾ നമ്മൾ ഇങ്ങനെ പോകുന്നതിന് താഴേക്ക്, അതായത് ഹൊറിസോണ്ടൽ ആയിട്ടുള്ളതിന് വെർട്ടിക്കൽ ആയിട്ടാണ് നമ്മൾ ഇവിടെ എഴുതേണ്ടത്. നെക്സ്റ്റ് നമുക്കിവിടെ എൻ വന്നിട്ടുണ്ട്, ക്യൂ വന്നിട്ടുണ്ട്, ആർ വന്നിട്ടുണ്ട്, എസ് വന്നു, ക്യൂ വന്നു. അപ്പോൾ ഇതൊന്ന് നോക്കിക്കേ. ഇത് കാണുമ്പോൾ എന്തെങ്കിലും ഒരു സാധനം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? PONNM, ഇതെന്താ സംഭവം? എല്ലാം പ്രീവിയസ് ലെറ്റേഴ്സ് ആണ് അല്ലേ? പിയുടെ തൊട്ടും പിന്നിലാണ് ഒ വരുന്നത്, ഒയുടെ തൊട്ടു പിന്നിലാണ് എൻ വരുന്നത്, എന്നിന്റെ തൊട്ടു പിന്നിലാണ് എം വരുന്നത്. സോ മൈനസ് ആയിട്ടാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എല്ല് വരും. എല്ലാ ഓപ്ഷനിലും എല്ല് തന്നെയാണ് വന്നിട്ടുള്ളത്. ഇനി എമ്മും ഒയും തമ്മിലുള്ള റിലേഷൻ എന്താന്ന് നോക്കിക്കേ. എം കഴിഞ്ഞ് എൻ കഴിഞ്ഞിട്ടാണ് ഒ, അതിവിടെ മിസ്സിംഗ് ആണ്. ഒ കഴിഞ്ഞിട്ട് പി കഴിഞ്ഞിട്ടാണ് ക്യൂ, അതിവിടെ മിസ്സിംഗ് ആണ്. ഇവിടെ ആറ് മിസ്സിംഗ് ആണ്. അപ്പോൾ ഇവിടെ എസ് കഴിഞ്ഞ് ടി വന്ന് ആ ടി മിസ്സിംഗ് ആയി ഇവിടെ യു വരണം. സോ LU വന്നിട്ടുള്ളത് ഒറ്റ ഓപ്ഷനിലേ ഉള്ളൂ. ഇതാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ ഇനി ഇങ്ങനെ ചെയ്യണ്ട എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പ്ലേസ് വാല്യൂ വെച്ചിട്ടുള്ള മെത്തേഡും കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. അതും എക്സാമിൽ യൂസ് ചെയ്യാനുള്ള മെത്തേഡല്ല, നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള മെത്തേഡാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നോക്കിക്കോ, 16 ആണ് പ്ലേസ് വാല്യൂ, 15, 14, 13 ആൻഡ് 12. ഈ -1 അപ്പോൾ ഇവിടെ പ്രോപ്പർ സെൻസിബിൾ ആയിട്ട് ഇവിടെ വന്നിട്ടില്ലേ നോക്കിക്കേ. 16 - 1 15, വീണ്ടും -1 14, ഇങ്ങനെ നമുക്ക് ഇവിടെ കിട്ടും. ഇനി ഇവിടെ നോക്കുകയാണെങ്കിൽ 13 ഉണ്ട്, 15 ഉണ്ട്, 17 ഉണ്ട്, 19 ഉണ്ട്, 21 ഉണ്ട് അല്ലേ? അപ്പോൾ ഇവിടേക്ക് നോക്കിക്കഴിഞ്ഞാൽ 13 + 2 17, സോറി +2 15, +2 17, +2 19, ഇങ്ങനെയാണ് ഇത് പോകുന്നത്. ക്ലിയർ? അപ്പോൾ ഇതാണ് ഇതിൻ്റെ ലോജിക് എന്ന് പറയുന്നത്. പക്ഷെ നമുക്ക് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ ഇത്രയും സമയമൊന്നുമില്ല. ക്വസ്റ്റ്യൻസ് നമുക്ക് പെട്ടെന്ന് സോൾവ് ചെയ്യാനായിട്ട് പറ്റണം. ഓക്കെ, അപ്പോൾ ഞാൻ ഈ പറഞ്ഞത് എല്ലാവർക്കും ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇനി നമ്മുടെ ഇതിൻ്റെ അടുത്ത കോൺസെപ്റ്റ് നോക്കാം. അടുത്തതായിട്ട് നമ്മൾ പഠിക്കുന്ന കോൺസെപ്റ്റിന്റെ പേരാണ് സർക്കുലർ ഓർഡറിലുള്ള ആൽഫബറ്റ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മളോട് ചോദിക്കുകയാണ് ABCD എത്ര അക്ഷരങ്ങളുണ്ട്? 26 എണ്ണം. അപ്പോൾ Z കഴിഞ്ഞിട്ടുള്ള അക്ഷരം ഏതാന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? Z കഴിഞ്ഞിട്ട് അതിന് അക്ഷരം ഇല്ലല്ലോ, അതവിടെ തീർന്നില്ല എന്നല്ലേ? എന്നാൽ നമ്മൾ റീസണിങ്ങിലേക്ക് വരുമ്പോൾ അങ്ങനെയല്ല. Z കഴിഞ്ഞാൽ അടുത്ത ABCD വീണ്ടും സ്റ്റാർട്ട് ചെയ്യും. വിച്ച് മീൻസ് ഇപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ഒരു സീരീസിൽ ഈ ഒരു ക്വസ്റ്റ്യനിൽ +2 +3 ഒക്കെ നമ്മൾ ചെയ്ത് കണ്ടു അല്ലേ? അതുപോലെ Z+2 ആണ് നമ്മളോട് ചോദിക്കുന്നതെങ്കിൽ അതിന്റെ അർത്ഥം Z+1 ചെയ്യുമ്പോൾ A കിട്ടും, വീണ്ടും +1 ചെയ്യുമ്പോൾ B കിട്ടും എന്നാണ്. അപ്പൊ നേരെ തിരിച്ച് നമ്മളോട് ചോദിക്കുകയാണ് C-5 എത്രയാണ്? അപ്പൊ അതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാനായിട്ട് പറ്റും? അപ്പോൾ അതേപോലെ നമ്മൾ പുറകിലേക്കും പോകണം. സോ അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് എത്രയേ ഉള്ളൂ. സിയിൽ നിന്ന് ആദ്യം 1 2 3 4 ആൻഡ് 5. സോ ഇതാണ് -5 എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഓരോന്നും ഇങ്ങനെ ABCD എടുത്ത് കയ്യിൽ നമ്മൾ കൗണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പോസിബിൾ ആണോ? വേണ്ട. അങ്ങനെ ചെയ്യാതെയും നമുക്ക് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാം. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, Z കഴിഞ്ഞ് Zന്റെ പ്ലേസ് വാല്യൂ നമുക്കറിയാം 26 ആണ് അല്ലേ? അത് കഴിഞ്ഞ് മൂന്നാമത്തെ ലെറ്റർ ഏതാണ്? പെട്ടെന്ന് ചോദിച്ചാൽ C ആണെന്ന് നമുക്കറിയാം. അപ്പോൾ +3 കണ്ടുപിടിക്കാനായിട്ട് ഈ 3 ഇതിൽ ആഡ് ചെയ്താൽ നമുക്ക് 29 കിട്ടും. ഇതിൽ നിന്നും 26 സബ്ട്രാക്ട് ചെയ്താൽ നമുക്കിവിടെ 3 കിട്ടും. ഓക്കെ, ഇനി നേരെ തിരിച്ച് പുറകിലേക്കാണ് ചെയ്ത് നോക്കേണ്ടതെങ്കിലോ അവിടെയും നമുക്ക് ഇതേപോലെ തന്നെ ട്രൈ ചെയ്യാനായിട്ട് പറ്റും. ഇനി അതെങ്ങനെയാ ചെയ്യുന്നതെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ എടുത്തതുപോലെ സിയിൽ നിന്നും -5 ആണ് നമുക്ക് പോകേണ്ടതെങ്കിൽ സിയുടെ വാല്യൂ 26 + 3 ആയിട്ട് 29 ആയിട്ട് നമ്മളിവിടെ സെലക്ട് ചെയ്യുക. 29 - 5 ചെയ്താൽ 24 കിട്ടും. 24ാമത്തെ അക്ഷരമായിട്ട് നമുക്കിവിടെ X കിട്ടും. അതേ Xനെ തന്നെയാണ് നമുക്ക് ഇവിടേക്ക് വന്നിട്ടുള്ളത്.
ഓക്കെ, അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് കൂടി നമ്മൾ ഓർത്തിരിക്കണം. ഇതിനെയാണ് നമ്മൾ സർക്കുലർ ഓർഡർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ടുള്ള ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. സെലക്ട് ദി ഓപ്ഷൻ ദാറ്റ് വിൽ കം നെക്സ്റ്റ് ഇൻ ദി ഫോളോയിങ് സീരീസ്. അപ്പോൾ ഈ ചോദ്യം നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് നോക്കാം. സോ നേരത്തെ നമ്മൾ ചെയ്തതുപോലെ ഓരോന്നും ഇങ്ങനെ എഴുതി നമ്മൾ സോൾവ് ചെയ്യുന്നില്ല. നമ്മൾ ക്വസ്റ്റൻ ഇവിടെ നിന്ന് തന്നെയാണ് സോൾവ് ചെയ്യുന്നത്. കാരണം നിങ്ങൾക്കറിയാം SSCയുടെ എക്സാംസിലൊക്കെ ഇപ്പോൾ ബാങ്ക് എക്സാംസ് പോലെ സെക്ഷണൽ ടൈമർ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് സമയമൊന്നുമില്ല ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ. നമുക്ക് പെട്ടെന്ന് തന്നെ സോൾവ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ബിയും ഡിയും കാണാം അല്ലെ. ബി കഴിഞ്ഞ് രണ്ടാമത്തെ അക്ഷരമാണ് ഡി വരുന്നത്. സോ ഡയറക്ട്ലി +2 ആണ്. ഇവിടേക്കും +2 ആണ്, ഇവിടേക്കും +2 ആണ്. സോ H എന്ന് പറയുന്നത് 8ാമത്തെ അക്ഷരമാണ്. +2 ചെയ്താൽ 10 കിട്ടും. ഇജോട്ടിയിൽ J രണ്ടാമത്തെ ആണ് അല്ലെ. അപ്പോൾ 5 2s എത്രയാണ്? 10 ആണ്. സോ J ആണ് നമ്മുടെ ആൻസർ ആയിട്ട് ഇവിടെ വരിക. ഇതിനെ രണ്ടിനെയും ഇവിടെ നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കളയാം. ഓക്കെ, ഇനി ഇവിടേക്ക് നോക്കിയിട്ടുണ്ടെങ്കിലോ ഇവിടെയും S ആണ്, ഇവിടെയും S ആണ്. അപ്പോൾ നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കേണ്ട കാര്യമില്ല. നേരെ അടുത്തതിലേക്ക് വരിക. ഇവിടെ 16ഉം 14ഉം ആണ്. -2, വീണ്ടും ഇവിടേക്ക് -2, ഇവിടേക്കും -2. അപ്പോൾ ഇവിടെ -2 ചെയ്ത് കഴിഞ്ഞാൽ J -2 ചെയ്താൽ H ആണ് ആൻസർ ആയിട്ട് വരുന്നത് അല്ലേ. അപ്പോൾ JSH വന്നിരിക്കുന്നത് ഓപ്ഷൻ എയിലാണ്. ഇതാണ് ഈ ചോദ്യത്തിന്റെ കറക്റ്റ് ഉത്തരമായിട്ട് ഇവിടേക്ക് വരുന്നത്. ക്ലിയർ ആയല്ലോ എല്ലാവർക്കും? ഇനി അതുപോലെ തന്നെ വരുന്ന മറ്റൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കിക്കോ. ഇവിടെയും അതേപോലെ തന്നെയാണ്. 3 ലെറ്റേഴ്സ് വരുന്ന 4 ടേംസ് ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇതിനെ നമുക്ക് ഇതേപോലെ ഒന്ന് റിലേറ്റ് ചെയ്ത് നോക്കിയാലോ. അപ്പോൾ ആദ്യം D 2 അക്ഷരം പുറകിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ B വന്നു. ബിയുടെ 2 അക്ഷരം പുറകിലേക്ക് പോകാനുണ്ടോ? ഇല്ല, ആക്ച്വലി ഇല്ല. പക്ഷേ നമ്മുടെ സർക്കുലർ കോൺസെപ്റ്റ് പ്രകാരം ബിയുടെ തൊട്ട് മുൻപ് A ആണ്, അതിന് മുൻപ് Z വരും അല്ലേ. അപ്പോൾ ഇവിടെ -2 വരും, വീണ്ടും ഇവിടേക്ക് -2 വരും. സോ അപ്പോൾ ഇവിടുത്തെ ആൻസർ ഏതായിരിക്കും? Xന്റെ 2 അക്ഷരം പിന്നിലുള്ളത് V ആണ്. V വരാത്ത ഓപ്ഷൻസിനെ നമുക്ക് ഇവിടെ എലിമിനേറ്റ് ചെയ്യാം. ഓക്കെ, അതേപോലെ തന്നെ ഇവിടെ Gയും Dയും കാണാം. 7ഉം 4ഉം ആണ് വന്നിട്ടുള്ളത്. ഇവിടേക്ക് -3 വന്നു, ഇവിടേക്കും അപ്പോൾ -3. വീണ്ടും എയിൽ നിന്ന് 3 അക്ഷരം പുറകിലേക്ക് പോയപ്പോഴേക്കും നമുക്കറിയാം 26 + 1, അതായത് Z+1 ആണ് A എന്ന് പറയുന്നത്. സോ എയുടെ പ്ലേസ് വാല്യൂ സർക്കുലർ സെറ്റിൽ എടുക്കുമ്പോൾ 27 ആകും. അതിൽ നിന്ന് 3 പോയാൽ 24 ആണ്. അതാണ് ഇവിടെ വന്നിരിക്കുന്ന X. ഓക്കെ, അവിടെ നിന്ന് വീണ്ടും -3 ചെയ്താൽ ആൻസർ എത്ര കിട്ടും? 21. ഇവിടെ നമുക്ക് U എന്ന് കിട്ടും. അപ്പോൾ യുവിൽ 2 ആൻസർ ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ അടുത്തേയും കൂടെ പെട്ടെന്ന് തന്നെ നമുക്ക് നോക്കുക. ഇവിടെ Jയുടെ പ്ലേസ് വാല്യൂ ഇവിടെ 10, ഇവിടെ 14 + 4, ഇവിടെ 18 + 4, 22 + 4, 22 + 4 ചെയ്താൽ 26 വരും. സോ ഓപ്ഷൻ എയിലുള്ള VUZ ആണ് ശരി ഉത്തരം. അപ്പോൾ നമ്മൾ എക്സാമിന് സോൾവ് ചെയ്യുന്ന സമയത്ത് എഴുതി സമയം കളയരുത്. ക്വസ്റ്റനെ അവിടെ വെച്ചിട്ട് തന്നെ, ഇപ്പോൾ നിങ്ങൾ പേപ്പറിലാണ് എഴുതി പഠിക്കുന്നതെങ്കിൽ പെന്ന് ആ ലെറ്ററിൻ്റെ അടുത്ത് വെച്ച് സോൾവ് ചെയ്ത് നോക്കുക. അതല്ല ലാപ്ടോപ്പിലോ അല്ലെങ്കിൽ ഫോണിലൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ വിരലോ അല്ലെങ്കിൽ നിങ്ങളുടെ മൗസിൻ്റെ കഴ്സർ അവിടെ വെച്ചിട്ട് സോൾവ് ചെയ്ത് നോക്കുക. ഓക്കെ, ഇനി അടുത്തതായിട്ട് വരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റാണ് ആൽഫബറ്റ്സ് ഇൻ റിവേഴ്സ് ഓർഡർ എന്ന് പറയുന്നത്. അപ്പോൾ അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നോക്കിക്കോ. ABCDനെ നമ്മൾ നിരത്തി ആ സൈഡിലേക്ക് എഴുതി. ഇനി നേരെ തിരിച്ച് അതിൻ്റെ താഴെ നേരെ ഡിറക്ഷൻ മാറ്റി ഒന്ന് എഴുതി നോക്കിയിട്ടുണ്ടെങ്കിലോ ഇവിടെ നമുക്ക് അന്നേരം A വരും, B വരും, C വരും, D വരും. ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ Z, Y, X, W ഇങ്ങനെ വരും അല്ലേ. ഇനി ഇതിൻ്റെ പ്ലേസ് വാല്യൂ കൂടി ഒന്ന് എഴുതി നോക്കിയാലോ. ഇവിടെ പ്ലേസ് വാല്യൂ 1 ആണ്, ഇവിടെ 2, 3, 4, ഇവിടേക്ക് 26, 25, 24 എക്സെട്ര. സോ ഇത്തരത്തിൽ നമ്മൾ ലെഫ്റ്റ് ടു റൈറ്റ് ആയിട്ട് സാധാരണ എഴുതുന്ന ലെറ്റേഴ്സിൻ്റെ കറസ്പോണ്ടിങ് പ്ലേസസിൽ റൈറ്റ് ടു ലെഫ്റ്റ് ആയിട്ട് ലെറ്റേഴ്സ് എഴുതുമ്പോൾ കിട്ടുന്ന പെയേഴ്സിനെയാണ് നമ്മൾ റിവേഴ്സ് പെയേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനൊരു പ്രത്യേകതയുണ്ട്. ഈ എയും സെഡും പ്ലേസ് വാല്യൂ നിങ്ങളൊന്ന് ആഡ് ചെയ്ത് നോക്കിക്കേ 27 കിട്ടും. ഇനി ഈ ഡിയും 23യും അതായത് ഡിയും ഡബ്ല്യുവും ആഡ് ചെയ്ത് നോക്കിയാലും 27 കിട്ടും. സോ എപ്പോഴും റിവേഴ്സ് പെയേഴ്സിൻ്റെ പ്ലേസ് വാല്യൂവിൻ്റെ സം എന്ന് പറയുന്നത് 27 ആയിരിക്കും. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങളോട് ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് ഇപ്പോൾ ഇയുടെ റിവേഴ്സ് പെയർ ഏതാണെന്ന് ചോദിച്ചാൽ ഇത് മുഴുവൻ എഴുതി നോക്കി തിരിച്ചെഴുതി നോക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല, അതിൻ്റെ ആവശ്യമില്ല. നമുക്കറിയാം ഇയുടെ പ്ലേസ് വാല്യൂ 5 ആണ്. റിവേഴ്സ് പെയർ സം എപ്പോഴും 27 ആണ്. 27ൽ നിന്ന് 5 പോയാൽ 22. 22ാമത്തെ ലെറ്റർ V, ആ ലെറ്റർ V ആണ് ഇവിടെ ഇയുടെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ അത്ര സിമ്പിളായിട്ട് നമുക്കിത് സോൾവ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ക്ലിയർ ആയല്ലോ എല്ലാവർക്കും? അപ്പോൾ ഇത്രയാണ്
ഇതിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റുകൾ എന്ന് പറയുന്നത്, അപ്പോൾ ഇതിന്റെ ഒരു സബ് ടൈപ്പും കൂടെ, അതായത് ഒരു കണ്ടിന്യൂസ് ലെറ്റർ സീരീസ് എന്ന് പറയുന്ന ഒരു ടൈപ്പും കൂടെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ അത് നമ്മളിവിടെ പ്രാക്ടീസ് ആയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസും കൂടെ ചെയ്ത് നോക്കാം. അതിനുശേഷം ലാസ്റ്റ് ഞാനൊരു ക്വസ്റ്റ്യൻ തരും, അത് നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് മസ്റ്റ് ആയിട്ടും വർക്ക്ഔട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇത് CGLന്റെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ 4 ടേംസ് വെച്ചിട്ടുള്ള ഒരു സീരീസ് ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ ശ്രദ്ധിച്ചു നോക്കിക്കോ. ഇനി 4 ടേംസിൽ 4 ലെറ്റേഴ്സ് വന്നു കഴിയുമ്പോൾ നമുക്ക് ലോജിക്കൽ എന്തെങ്കിലും മാറ്റം വരുമോ? ഒരു മാറ്റം വരാൻ പോകുന്നില്ല. നമ്മൾ പഠിച്ചത് അതുപോലെ തന്നെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിൽ എളുപ്പത്തിലുള്ള ഏതെങ്കിലും ഒരു ലെറ്റർ നമ്മൾ എടുത്ത് നോക്കാം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ XWWV, ബാക്കി എല്ലാത്തിലും 3 എണ്ണം കോമൺ ആണ്, ഇതിലൊക്കെ 2 എണ്ണം മാത്രമാണ് കോമൺ ആയിട്ടുള്ളൂ. അപ്പോൾ ചിലപ്പോൾ ഇതുകൊണ്ട് നമുക്ക് ആൻസർ വേഗം കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഈ തേർഡ് ലാസ്റ്റ് ലെറ്റർ ആണ് ഫസ്റ്റ് സെലക്ട് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നോക്കിക്കോ, ഇവിടെ 13ാമത്തെ അക്ഷരം, ഇവിടെ 9, ഇവിടെ നമുക്ക് 5, ഇവിടെ 1. അപ്പോൾ വ്യത്യാസം എത്രയാണ്? -4 ആണ് ഇവിടേക്ക് വ്യത്യാസമായിട്ട് വരുന്നത്. സോ A-4 വന്നാൽ ആൻസർ എത്ര കിട്ടും? 26 + 1 27, -4 ചെയ്താൽ 23, 23ാമത്തെ അക്ഷരം W. സോ W വരുന്നതാണ് ശരി ഉത്തരം. ഇതിനെ രണ്ടിനെയും എലിമിനേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ നോക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല, ഈ രണ്ടിടത്തും കോമൺ ആണ്. ലാസ്റ്റത്തെ നോക്കിയാൽ മതി. ഇനി നമ്മൾ ഞാൻ വേറൊരു കളർ യൂസ് ചെയ്യാം. ഇവിടെ Dയുടെ വാല്യൂ എത്രയാ? 4, ഇവിടെ 8, 12, 16. അപ്പോൾ ഇത് എത്രയാ? +4 ആണ് കാണിക്കുന്നത് അല്ലേ? അപ്പോൾ ഇവിടേക്ക് +4, ഇതൊന്നും എക്സാമിന് എഴുതണ്ട, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാൻ എഴുതുന്നതാണ്. ഇവിടേക്ക് +4 വന്നാൽ അടുത്തത് +4 ചെയ്താൽ 20T എന്ന് വരും. സോ നമ്മുടെ ആൻസർ ആയിട്ട് ഇവിടെ വന്നിട്ടുള്ള EJWT, ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ ആയോ എല്ലാവർക്കും? അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ചോദ്യങ്ങൾ നമ്മൾ സോൾവ് ചെയ്യുന്നത്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ രണ്ടാമത്തെ ടൈപ്പ് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. അപ്പോൾ ഇവിടെ സെലക്ട് ദി കോമ്പിനേഷൻ ഓഫ് ലെറ്റേഴ്സ് ദാറ്റ് വെൻ സീക്വൻഷ്യലി പ്ലേസ്ഡ് ഇൻ ദി ബ്ലാങ്ക്സ് ഓഫ് ദി സീരീസ് വിൽ കംപ്ലീറ്റ് ദ സീരീസ്. അപ്പോൾ ഇതിനൊരു പ്രത്യേകത എന്താണെന്നറിയോ? ഇത് നമ്മൾ നേരത്തെ കണ്ടതുപോലെയുള്ള ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ അല്ല. അതിന് പകരം ഇവിടെ നമുക്ക് റിപ്പീറ്റഡ് ആയിട്ടുള്ള ടേംസ് വെച്ചിട്ടുള്ള ഒരു സീരീസ് ആണ് ഫോം ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോൾ ABC എന്ന് പറയുന്ന ഒരു ടേം എടുത്തു, അതിനെ തന്നെ പലതവണ റിപ്പീറ്റ് ആയിട്ട് അങ്ങ് എഴുതി. അപ്പോൾ നമുക്കിവിടെ ABC, 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 ABC ഇങ്ങനെ കിട്ടി. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് ഞാനൊരു ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്യാൻ പോവാണ്. അതിനുവേണ്ടി ഇടയ്ക്കുള്ള 1 or 2 ലെറ്റേഴ്സിനെ ഞാൻ അങ്ങ് എലിമിനേറ്റ് ചെയ്ത് കളയും. ഓക്കെ, എന്നിട്ട് നിങ്ങളോട് ചോദിക്കും ഈ സീരീസിന്റെ ഫസ്റ്റ് വരുന്ന ടേംസ് ഏതൊക്കെയാണ്. സോ ഇവിടെ AB-, വീണ്ടും AB-, നെക്സ്റ്റ് A-C, നെക്സ്റ്റ് -BC, ഇങ്ങനെ നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ഇവിടെ ആൻസർ ആയിട്ട് എന്ത് കിട്ടും? ഇതേ ലോജിക്കാണ് ഈ ക്വസ്റ്റ്യനിലും നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് 1-2 ലോജിക്കുകൾ യൂസ് ചെയ്യാൻ പറ്റും. എന്താണെന്ന് വെച്ചാൽ ഇവിടെ AB- വന്നു, ഇവിടെ AB- വന്നു. സോ ഇവിടെയും ഇവിടെയും നമുക്ക് വരുന്ന ടേംസ് സെയിം ആയിരിക്കും അല്ലേ? അപ്പോൾ അതേപോലെ ഈ ക്വസ്റ്റ്യനിൽ നിന്നും നമുക്ക് ലോജിക്കലി ഡിറൈവ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടോ എന്ന് ജസ്റ്റ് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ കുറേ ഡാഷസ് ഇതുപോലെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ തന്നിരിക്കുന്ന ഡാഷസിൽ ഏതൊക്കെ വാല്യൂസ് വരണമെന്ന് നമുക്കൊന്ന് ആനലൈസ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ഇപ്പോൾ പറഞ്ഞ അതേ ലോജിക്ക് ഇവിടേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ AB' എന്ന് കിട്ടിയതുപോലെ ഇവിടെ ഒരു C' കാണാം, ഇവിടെയും ഒരു C' കാണാം. എന്ന് വെച്ചാൽ ഇവിടെയും ഇവിടെയും വരുന്ന വാല്യൂ എക്സാക്ട്ലി സെയിം ആവണം അല്ലേ? ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ. ഇവിടെ 1, 2, ഇത് 3ാമത്തെ ഗ്യാപ്പാണ്, ഇത് 5ാമത്തെ ഗ്യാപ്പാണ്. ഇവിടെ 3ാമത്തെയും 5ാമത്തെയും ഗ്യാപ്പിൽ സെയിം ആൻസർ വരുന്നു. ഇവിടെ 3ലും 5ലും ഡിഫറെൻ്റ് ആൻസർ വരുന്നു. ഇവിടെ 3ലും 5ലും ഡിഫറെൻ്റ് ആൻസർ വരുന്നു. ഇവിടെ 3ലും 5ലും ഡിഫറെൻ്റ് ആൻസർ വരുന്നു. സോ ഓപ്ഷൻ A ആയിരിക്കും കറക്റ്റ് ആൻസർ. ഇതിനി കറക്റ്റ് ആണോ എന്ന് നമുക്കൊന്ന് വെരിഫൈ ചെയ്ത് നോക്കണ്ടേ? വെരിഫൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ L, നെക്സ്റ്റ് നമുക്ക് X വന്നിട്ടുണ്ട്, V വന്നിട്ടുണ്ട്, നെക്സ്റ്റ് വീണ്ടും X വന്നു, അത് കഴിഞ്ഞ് V വന്നു, Z വന്നു, C വന്നു, പിന്നെ Z-ഉം X-ഉം C-യും വന്നു. എന്തെങ്കിലും ഒരു ടേം നമുക്കിവിടെ ഫോം ചെയ്യുന്നതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ? നോക്കിക്കേ, LZXCV, വീണ്ടും ഒരു LZXCV, LZXCV എന്ന് പറയുന്ന ടേമാണ് ഇവിടെ ഫോം ചെയ്തിരിക്കുന്നത്. ക്ലിയർ? അപ്പോൾ നമ്മൾ ഈ ABC എന്ന് പറഞ്ഞ് ഫോം ചെയ്തിരിക്കുന്നത് പോലെ തന്നെയാണ് ഇവിടെ ഈ ഒരു സീരീസും ഫോം ആയിരിക്കുന്നത്. സോ നമ്മുടെ കറക്റ്റ് ആൻസർ ഓപ്ഷനെ വളരെ ഈസി ആയിട്ട് നമുക്കിവിടെ കിട്ടി. ഓക്കെ, ഇനി അടുത്ത ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നമ്മൾ CHSL എക്സാമിൽ നിന്നുമാണ് എടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് ആദ്യത്തെ ടേം ആണ് കണ്ടുപിടിക്കേണ്ടത്, WXABFG. അപ്പോൾ Wയും Aയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എത്രയാ?
ഡബ്ല്യുവിൽ നിന്ന് 3 ആഡ് ചെയ്താൽ നമുക്ക് സെഡ് കിട്ടും, +1 4 ആണ്. അപ്പോൾ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ എയും പ്ലേസ് വാല്യൂ 1ഉം ഇവിടെ 6ഉം ആണ്. അപ്പോൾ ഇവിടേക്ക് +5 വന്നു. അപ്പോൾ ഇവിടെ 4ഉം ഇവിടെ 5ഉം വന്നു കഴിഞ്ഞാൽ ഇവിടേക്ക് 3 വരണം. സോ ഡബ്ല്യുവിൽ നിന്ന് 3 പിന്നിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ആൻസർ എത്ര കിട്ടും? 23 - 3 20. ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ അതും വളരെ ഈസി ആയിട്ട് നമുക്ക് ഇവിടെ കിട്ടും. അടുത്തത് ഇവിടെ ഇടയ്ക്കുള്ള ഒരു ടേം ആണ് മിസ്സിംഗ്. JLVD എന്നൊക്കെ നമുക്ക് ഇവിടെ കാണാം. എങ്ങനെയാണ് സോൾവ് ചെയ്യാൻ പറ്റുക? ഇതാ നോക്കിക്കോ, ഇവിടെ ജെയും എല്ലും 10ഉം 12ഉം +2ന്റെ വ്യത്യാസം. ഇവിടേക്ക് പോയപ്പോഴേക്കും പക്ഷെ വലിയ ഡിഫറൻസ് വന്നു. ഇത് 22ാമത്തെ ലെറ്ററും ഇത് 26 + 4 30ാമത്തെ ലെറ്ററുമാണ്, +8ന്റെ ഗ്യാപ്പ് വന്നു. സോ 2ൽ നിന്ന് എങ്ങനെയാണ് നമുക്ക് നേരെ ഗ്യാപ്പ് എടുത്തിട്ട് 8ലേക്ക് പോകാൻ പറ്റുക? 2 കഴിഞ്ഞിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഒരു 4 വരണം അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് 4 വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആൻസർ ഏതായിരിക്കും? ഇവിടെ 12 + 4 ചെയ്താൽ 16 ആണ്. സോ ഇതിൽ ഏതെങ്കിലും ഒന്നായിരിക്കും നമ്മുടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി അടുത്തതും അതേപോലെ ട്രൈ ചെയ്ത് നോക്കാം. ഇവിടെ നമുക്ക് 7, ഇവിടെ 9, ഇവിടേക്ക് +2 വന്നു, ഇവിടേക്കും അതുപോലെ തന്നെ 8ന്റെ ഗ്യാപ്പ് വന്നു. അപ്പോൾ +4 എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആൻസർ ഇവിടെ 13 കിട്ടും. സോ ഓപ്ഷൻ എയിലുള്ള PM ആണ് ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി അതേപോലെ നമ്മൾ ആദ്യം എടുത്തതുപോലെ ഉണ്ടായിരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഇതും ശ്രദ്ധിച്ചു നോക്കിക്കോ. MC-BCM-C-BBC-M-BBCM. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എങ്ങനെയാണ് സോൾവ് ചെയ്യാൻ പറ്റുക? സിമിലർ ആയിട്ടുള്ള എന്തെങ്കിലും ലെറ്റേഴ്സ് ഇവിടെ നമുക്ക് കിട്ടുന്നുണ്ടോ നോക്കിക്കേ. ഇവിടെ നമുക്കൊരു CBBനെ കാണാൻ പറ്റും, ഇവിടെ ഒരു C-Bനെ കാണാൻ പറ്റും, ഇവിടെ ഒരു -BBനെ കാണാം. സോ അതിൻ്റെ അർത്ഥം ഇവിടെ B വരണം, ഇവിടെ C വരണം എന്നാണ്. എവിടുന്നാണ് കിട്ടിയത്? ഈ CBBയിൽ നിന്നും അല്ലേ? അപ്പോൾ ഫസ്റ്റത്തത് ബിയും ലാസ്റ്റത്തത് സിയുമായിട്ട് വരുന്ന ഏതെങ്കിലും ഓപ്ഷൻ ഉണ്ടോ? ഇത് വരുന്നില്ല, ഇത് വരുന്നില്ല, ഇത് വരുന്നില്ല. സോ ഓപ്ഷൻ ബി ആണ് ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ. നിങ്ങൾ ആക്ച്വലി വെരിഫൈ ചെയ്യേണ്ട കാര്യം പോലും ഇല്ല. ഇല്ലാതെ തന്നെ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇനി അടുത്തതായിട്ട് നിങ്ങളിവിടെ വർക്കൗട്ട് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു ഹോംവർക്ക് ക്വസ്റ്റ്യൻ. SSC CHSLന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എല്ലാവരും മസ്റ്റ് ആയിട്ടൊന്ന് വർക്കൗട്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ നമ്മുടെ കോമെന്റ്സിൽ പോസ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് എക്സാംസിനൊക്കെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് എൻട്രിയുടെ ഹെൽപ്പ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന ബെസ്റ്റ് ടൈമാണിത്. കാരണം നമ്മുടെ എൻട്രിയിൽ ഇപ്പം ഫ്രീഡം ഫെസ്റ്റ് നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാ കോഴ്സസിനും അപ് ടു 50% ഓഫ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനെപ്പറ്റി കൂടുതൽ അറിയാൻ നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഇനി നിങ്ങളുടെ പ്രൊഫൈൽ അനുസരിച്ചിട്ടുള്ള എക്സാംസിന് നിങ്ങൾ പ്രിപ്പയർ ചെയ്യാനുള്ള എന്തെങ്കിലും ഡൗട്ട്, അതായത് ഏജോ എലിജിബിലിറ്റിയോ അങ്ങനെ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഈ നമ്പറിൽ നിങ്ങൾക്ക് നമ്മളെ കണക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ അടുത്ത തവണ ഈ സീരീസിൻ്റെ നെക്സ്റ്റ് പാർട്ടുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.